ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അർജന്റായിട്ട് കുറച്ച് ജോലിയുണ്ട്, വണ്ടി കയറാൻ പറ. മാഡം പറഞ്ഞ് കേട്ടില്ല സാർ. ഈ സമയത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഗസ്റ്റ് ഹൗസിൽ വന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ദിലീപ്? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല മാഡം. ആകാശ് സാറിന് ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നുന്നു. നാളെ രാവിലെ മിനിസ്റ്ററും ഫാമിലിയും ഒരു ഇനോഗ്രേഷൻ വരുന്നുണ്ട്. അവർ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ ഈ ഗസ്റ്റ് ഹൗസിലാണ്. മിനിസ്റ്റർ വരുമ്പോ ഗസ്റ്റ് ഹൗസ് ക്ലീൻ ആയിരിക്കണം. ഒരു കുറവുകളും ഉണ്ടാവാൻ പാടില്ല. മിനിസ്റ്റർ വായിലിരിക്കുന്നത് കേൾക്കാൻ നമ്മൾ ആരും ഇട കൊടുക്കരുത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ജോലിക്കാരെല്ലാം വിളിച്ച് പണി തുടങ്ങിക്കും. ജോലിക്കാരോട് ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന ആരും കരുതണ്ട. പണി മുഴുവൻ തീർന്ന് എല്ലാം ഓക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എടുത്ത് അയക്കണം. നേരം വെളുക്കുന്നതിന് മുമ്പ് ജോലിയെല്ലാം തീർത്തേ പറ്റൂ. കേട്ടല്ലോ? ആകാശ് സാറേ, നമ്മുടെ പണിക്കാരെയൊക്കെ വിളിച്ച് വേഗം ജോലി തുടങ്ങണം. ഇതിനൊക്കെ ഇപ്പോഴേ സമയം കണ്ടോളൂ, നേരത്തെ ആവായിരുന്നല്ലോ. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ സാർ, മാഡം പറഞ്ഞല്ലേ. സാർ എന്നോട് ഇവിടെ എന്ത് കാര്യമായിരിക്കുന്നു? ഏത് സമയത്തായാലും ജോലി എടുത്താ പോരെ. ഹലോ, നമ്മളോട് ആരോടും ഒന്നും പറയാതെ അവൻ വണ്ടിയിൽ കയറിപ്പോയി. എന്താ അവന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. ചീഫ് എഞ്ചിനീയർ വന്ന് വിളിച്ച അക്കുച്ചേട്ടന് എന്ത് ചെയ്യാൻ പറ്റും ബാലമാമേ? മോളെ, നീ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ലേ. നീ നിന്റെ ഫോൺ എടുത്ത് അവനെ വിളിച്ചേ.
എന്താ മോളെ, അവൻ ഫോൺ എടുക്കുന്നില്ലേ? ഇല്ല ബാലമാമേ. ജോലി തിരക്കുണ്ടാവും എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യ വിളിച്ച ഫോൺ എടുക്കായിരിക്കുമോ? ചേച്ചി, ചിലപ്പോ ചീഫ് എഞ്ചിനീയറിനോട് ആയതുകൊണ്ട് ഫോൺ സൈലന്റ് ആയിരിക്കും. അക്കുച്ചേട്ടന് രാത്രി ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതി ഞാനാ ഫോൺ സൈലന്റിലാക്കിയത്. അയ്യോ, ഇനിയിപ്പോ അക്കുച്ചേട്ടൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ?